ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 37 റിവ്യൂ ആണ്. അതിഗംഭീരമായിട്ടൊരു എപ്പിസോഡായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ഇത്ര ഭയങ്കര ക്രൂക്കഡ് മൈൻഡ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത്. കാരണം ഒരാൾ വിഷമിച്ച് കരയുന്നത് കണ്ടിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരേണ്ടതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര സന്തോഷം, ഭയങ്കര ചിരി വരുന്നൊരു സിറ്റുവേഷനായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത്. ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് മറ്റേ ഗബ്രി ജാസ്മിൻ സാധനം ഒന്ന് പൊട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്നുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ജാസ്മിൻ രാവിലെ ഡൗണാണ്, നല്ല രീതിയിൽ ഡൗണാണ്. ഗബ്രി ഇന്നലെ തളർന്നൊരൊറ്റ ഇരിപ്പാണ്, മറ്റേ സ്റ്റാച്ചു പോലെ അണ്ടിവണ്ണനെ പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഒരു ഭയങ്കര അലസമായിട്ട് പോകുന്നു, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. മൊത്തത്തിൽ എന്തോ വലുത് വരാനിരിക്കുന്ന പോലെ എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇന്നലെ പ്രമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കൂട്ട് വെക്കുന്നതൊക്കെ ജാസ്മിനോട്. പുതിയ ക്യാപ്റ്റനാണല്ലോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫയിൽ ജാസ്മിൻ കിടക്കുന്നു, ഗബ്രി തൊട്ടപ്പുറത്തിൽ നിൽപ്പുണ്ട്. മൈക്ക് ഇട്ടിട്ടില്ല ജാസ്മിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ജാസ്മിൻ തകർന്നങ്ങ് അറ്റാൻ പറ്റി. ഇനിയില്ല, മൊത്തത്തിൽ അടപടലം മൂഞ്ചിരിക്കുന്ന അവസ്ഥയാണ്. അന്നേരമാണ് സായി എന്നിട്ട് നമ്മളുടെ ജിൻഡോയോട് പറയുന്നു, ജിൻഡോ അവിടെ ജാസ്മിൻ മൈക്കിടാതിരിപ്പുണ്ട്, പോയി ചോദിക്കണം, ക്യാപ്റ്റനാണ്, പോയി ചോദിക്കാൻ പറയുന്നു. ജിൻഡോ വന്നിട്ട് എടി നീ മൈക്കിടാൻ നീ കുറേ നാളുകൊണ്ടിരിക്കുന്നു, നീ മൈക്കിട്ടിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ജാസ്മിൻ സ്വാഭാവികമായിട്ടും നീ പോടാ എടുക്കാൻ പറയുന്നു. നല്ല രീതിയിൽ ജിൻഡോ കൊടുക്കുന്നു. ജിൻഡോ പറഞ്ഞു നീ മൈക്കിട്ടില്ലേ, നീ ഇറങ്ങി പൊക്കോ. അങ്ങനെ സംസാരമാകുന്നു. അതിനിടയ്ക്ക് ഇവിടെ ബിഗ് ബോസ് വന്നിട്ട് ഈ മുക്തി കൊടുക്കുന്നു. ബിഗ് ബോസ് പറഞ്ഞത് ജാസ്മിൻ മൈക്ക് തിരിക്കുക. അതോടെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി. ജാസ്മിൻ ഭയങ്കരമായിട്ട് വയലൻ്റല്ല, ഇമോഷണലായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിനൊരു വയലൻസ് ഒന്നും പറയാൻ പറ്റില്ല. ജാസ്മിൻ അന്നേരം വീട്ടിൽ പോകണം. ജാസ്മിൻ ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും ഡൗണായി. ഭയങ്കര കരച്ചിൽ, ബഹളവും, കൺഫെഷൻ റൂമിൽ പോലും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കരയുന്നു. ഇതിനിടയ്ക്കൂടെ അപ്പുറത്ത് പോയിട്ട് സായി പറയുന്നുണ്ട് ഇത് വൻ ഷോയാണ്. സത്യത്തിൽ ഇന്നലത്തെ ഒരു സിറ്റുവേഷനിൽ ഗബ്രിയാണ് മൊത്തത്തിൽ ഇതിന് കാരണം, മൊത്തം ഗബ്രിയാണ് കൺഫ്യൂസിങ് ആകുന്നതെന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പക്ഷേ രണ്ടുപേർക്കും ഇതിൽ പങ്കുണ്ട്. പക്ഷേ ഷോ കാണിക്കുന്നത് മൊത്തം ജാസ്മിനാണ്. ജാസ്മിൻ അവിടെ കിടന്ന് വരഞ്ഞ് വിളിച്ച് ബഹളം ഉണ്ടാക്കി അവസാനം അപ്സരയും റസ്മിനും കൂടെ ആണ് ആ ഒരു കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്നത്. എന്നിട്ടൊന്നും ചേച്ചിക്ക് ആ ഒരു വിഷമം മാറുന്നില്ല. ചേച്ചി എങ്ങനെ അടിച്ച് കരയുന്നു, മോടെല്ലാം മൂക്കളയൊക്കെ ആക്കിയിട്ട് സീന. ഗബ്രി ഒരേ ഇരിപ്പാണ്, ഒന്നുമില്ല, ഒരു വികാരമില്ല, കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, ഒരേ ഇരിപ്പ്. എന്നിട്ട് സിബിനൊക്കെ പോയി സമാധാനിപ്പിക്കുന്നു. അവസാനം മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു വന്ന് വീണ്ടും പഴയ പോലെ നമുക്കിവരെല്ലാം തകർക്കണം. തകർക്കും. ആ ഒരു അന്നേരത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ചക്കയും ഇതും എങ്ങനെയായിരുന്നു, ചക്കിക്കൊത്ത ചങ്കരം എന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ രണ്ടുപേരും വീണ്ടും പഴയ പോലെ ആവുന്നു. വന്ന് വീണ്ടും ഐ ലവ് യു ടു അത് പറയുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പം അഭിഷേക് ആ ഒരു പവർ ടീമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പവർ ടീമിലൊരു വേക്കൻസി ഉണ്ട്. അപ്പം അതിലാര് വേക്കൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് വരണം എന്നുള്ളൊരു ചെറിയൊരു ഗെയിം പോലെ നടത്തിയിട്ടുണ്ട്. അതായത് പോഡിയത്തിൽ ഓരോ നമ്പറുകൾ 1 2 3 4 നമ്പർ വെക്കുന്നു, ഓടിച്ചെന്ന് എടുക്കുക. എന്നിട്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യും, നമ്മൾ എന്തുകൊണ്ട് പവർ ടീമിൽ വരിക എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് ആദ്യമേ അറിയാവുന്ന കാര്യമാണ്. സിബിനെ ആയിരിക്കും പവർ ടീമിൽ എടുക്കുക എന്നുള്ളത്. കാരണം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറിനെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അഭിഷേക് പോയതുകൊണ്ട് അഭിഷേകിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരാൾ വേണം. അതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ടും സിബിനെ എടുക്കുന്നു. സിബിനെ എടുത്തപ്പോൾ തന്നെ ആ ഒരു പവർ ടീം കുറച്ചും കൂടെ പവർഫുള്ളായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഒരു സംഭവം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റന് പുതിയ ബാൻഡ് കൊടുത്ത് മാറുന്നു. പഴയ ക്യാപ്റ്റൻ ജാസ്മിൻ പുതിയ ക്യാപ്റ്റന് ബാൻഡ് കൊടുത്ത് മാറുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ പവർ ടീമിനെ ആനയിച്ച് കൊണ്ടുപോകുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്ന് ജാസ്മിനും ഗബ്രിയും അത് കഴിഞ്ഞിട്ട് പുതിയ പവർ ടീം കയറി കഴിഞ്ഞപ്പോഴും അഹങ്കാരത്തിന് ലേശം കുറവില്ല. പുതിയ പവർ ടീം കയറി, പുതിയ ക്യാപ്റ്റൻ ജിൻഡോയി. അപ്പം ഗബ്രി പറയുന്നത് ജിൻഡോയെ ഞാൻ കാണിച്ചു കൊടുക്കും, ജിൻഡോ എന്താണ് അവൻ കാണിക്കും, അവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അളിയൻ അറിയുന്നില്ല, അളിയൻ ചെയ്യുന്ന എല്ലാ പണികളും ബാക്ക് ഫയർ ചെയ്യുകയാണെന്നുള്ളത്. ഇത്രയും നാളായ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ അതായത് നല്ല ഒരു ടീം വന്നിട്ട് നല്ല രീതിയിലൊന്ന് ചൊറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഗബ്രിയും ജാസ്മിനും ഇപ്പം മനസ്സിലായി. കാരണം വൈൽഡ് കാർഡ് എന്നകത്ത് വന്നു അന്ന് ഡൗൺ ആയതാണ് ജാസ്മിൻ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഒന്ന് പൊങ്ങി വരും, സിബിൻ അടിച്ചതാക്കും, ഒന്ന് പൊങ്ങി വരും, സായി എന്ന് അടിച്ചതാക്കും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും നാൾ പവറുണ്ട് അല്ലെങ്കിൽ നല്ല പ്ലേയേഴ്സ് ആണെന്ന് പറഞ്ഞ് അപ്സര ഇവരെ അടിച്ചതാക്കും എന്നുള്ളതാണ്. ഇത് വെച്ച് നോക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു
പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാകുന്നത്. കാരണം അവർ പുറത്തുനിന്ന് ആരോ വന്നോട്ടെ, പക്ഷെ അകത്ത് നിൽക്കുന്നവർ പക്ക ടീമായിട്ട് നിന്നാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിലൊരു കൂറുണ്ടായിരുന്നു, തമ്മിൽ ഇത് അങ്ങനൊരു കൂറേ ഇല്ല. എന്നിട്ട് ഇന്ന് റസ്മി എന്നിട്ട് ജിൻഡോയോട് പറഞ്ഞു 2 ദിവസത്തേക്ക് അവളെ ഒന്ന് വെറുതെ വരണം, അവളൊന്നും ചെയ്യരുത്, അത് ഇത് ഇവളിങ്ങനെയൊന്നുമല്ല കാണിച്ചുകൊണ്ടിരുന്നത്. റസ്മി അതിലേറെ ജിൻഡോയ്ക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ല. ജിൻഡോ എന്ന് പറഞ്ഞാൽ പക്ക ഗെയിമറാണ്. എങ്ങനെയും കളി ജയിക്കണം. അതിപ്പോൾ ആരെ കുത്തിയിട്ടായാലും ആരെ ബാക്ക് സ്റ്റാബ് ചെയ്താലും അല്ലെങ്കിൽ കളി ജയിക്കും. അങ്ങനെ വളരെ വലിയ വികാരങ്ങളൊന്നുമില്ല. ഇതിപ്പം വയ്യാതെ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വിട്ടേക്കാം ഒന്നുമില്ല. ആളെയും അവസരം കിട്ടി അടിച്ചതാക്കും. അത് ഇനി നാളെ തൊട്ടാണ് കാണേണ്ടത് എന്തൊക്കെയാണ് ജിൻഡോ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ പുതിയ പവർ ടീം സിബിനാണ് കേട്ടിട്ടുള്ളത്. സിബിൻ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സിബിൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നുള്ളത്. എന്തായാലും പുതിയ പവർ ടീമിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പം പുതിയ പവർ ടീം വരട്ടെ, പുതിയ ക്യാപ്റ്റൻ വരട്ടെ, പുതിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തന്നെ ഒന്നും അടിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. റസ്മിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടി കൊടുക്കാം. പിന്നെ എനിക്കിതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടാത്തത് ജാൻമണി ചെല്ലിനകത്ത് നിൽക്കുന്നതാണ്. ഈ വീക്കും ജാൻമണി സേഫായി, അതൊരു സീനാണ്. ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് ഇത് നോമിനേഷൻ നടന്നില്ലല്ലേ? ഇല്ല, നോമിനേഷൻ നടന്നില്ല. അത് ചിലപ്പോൾ നാളെ ആയിരിക്കും നോമിനേഷൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത എന്താണ് എന്നുള്ളത്. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇനി നോമിനേഷൻ നടന്നിട്ടുണ്ടോ? ഞാൻ കാണാത്തതാണോ, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഞാൻ ലൈവ് കണ്ടപ്പോഴും അതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. മേ ബി ഇഫ് ഐ ആം റോങ്, ചിലപ്പോൾ ആയിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത്രയുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സംഭവിച്ചത്. സംഭവ വികാസങ്ങളോടുകൂടിയുള്ള ഒരു എപ്പിസോഡായിരുന്നു. നിർഭരമായ ജാസ്മിനെ ഗബ്രിയാണ് ഇന്ന് കണ്ടത്. അതിൻ്റെ കൂടെ റസ്മിനും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ നിന്ന് വരുമായിരുന്നു. ഐ ആം വെരി വെരി ഹാപ്പി.